ഈശ്വരർക്കും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമേടിയിലേക്ക് സ്വാഗതം. നാം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ ഒരു ദിനം നിൽക്കേണ്ടി വരും. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. ഇന്നലകളെ നമുക്ക് തിരികെ പിടിക്കാനാകില്ല. നാളെക്കുറിച്ച് ഒരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയില്ല. ജീവിക്കുന്നത് ഇന്ന്. ഓരോ ദിവസവും നമുക്ക് നൽകപ്പെടുന്നത് അനുതാപത്തോടെ ജീവിക്കാനാണ്. എത്രയോ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു, പലപ്പോഴും വീണുപോയി. ഇന്ന് ഒരു ദിനം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് അത്രയും വീഴ്ചകൾക്ക് പരിഹാരമായി ജീവിക്കാനാണ്. നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കിക്കൊണ്ട് മാത്രമേ സുഹൃത വഴിയിൽ എത്രത്തോളം നമുക്ക് വീഴ്ചയുണ്ട്, എത്രത്തോളം പുരോഗമിക്കാനായിട്ടുണ്ട്, കൃതജ്ഞതയുടെ ജീവിതമാണോ നയിക്കുന്നത് എന്നൊക്കെ ബോധ്യപ്പെട്ട് മുൻപോട്ട് പോകാൻ കഴിയും. ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഓരോ രാത്രികളും യഥാർത്ഥത്തിൽ ഒരു കടന്നുപോകലിൻ്റെ സൂചനയാണ്. സൂര്യൻ മാത്രമല്ല ഒരു അസ്തമയത്തിലൂടെ നമ്മിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത്. നാം ഓരോരുത്തരും വിസ്മൃതമാകാൻ ഈ രാത്രിയിൽ ഒരുപക്ഷെ കാരണമാകാം. ഒരു രാത്രിക്ക് ശേഷം നിലനിൽപ്പുണ്ട് എന്ന് പറയാൻ നമുക്കാവില്ല. അതുകൊണ്ട് സങ്കീർത്തകൻ 31:5 പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഓരോ രാത്രിയും അപ്രകാരം സമർപ്പിച്ചാണ് യഹൂദൻ തൻ്റെ പ്രാർത്ഥനയും ജീവിതവും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. യേശു കുരിശിൽ കിടക്കുമ്പോഴും പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കണമെങ്കിൽ നമുക്ക് നമ്മെക്കുറിച്ച് അവബോധമുണ്ടാകണം. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വിചാരങ്ങൾ, ചിന്തകൾ, ഭാവനകളെല്ലാം പരിശോധിക്കപ്പെടണം. ദൈവം പരിശോധിച്ച് കുറ്റക്കാരനായി നാം അവിടുത്തെ സന്നിധിയിൽ നിൽക്കുന്നതിനേക്കാൾ അവനവൻ തന്നെ പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലേക്ക് അനുതാപത്തോടെ തിരികെ പോകാൻ കഴിയുന്നതാണ് നല്ലത്. അതുകൊണ്ട് അനുദിനം നാം ആത്മശോധനയുടെ ഒരു മനോഭാവത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ സാധാരണ കാണുന്നത് എങ്ങനെയാണ്? നമ്മളൊരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ, ചിലപ്പോൾ ആണ്ടിലൊരിക്കൽ ഒരു അനുതാപത്തിൻ്റെ മനോഭാവത്തോടെ കുമ്പസാര വേദിയെ സമീപിക്കും. പലപ്പോഴും നമുക്ക് കണ്ടെടുക്കാൻ കഴിയാത്തത്രയും കുറവുകളും പോരായ്മകളും അവഗണിക്കപ്പെടും. അവയൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. മദർ തെരേസ 3 ദിവസം കൂടുമ്പോൾ കുമ്പസാരിച്ചിരുന്നു. ജോൺ പോൾ II മാർപ്പാപ്പ ആഴ്ചയിലൊരിക്കൽ. അത്ഭുതപൂർണമായൊരു കാര്യം പറയട്ടെ, മിസ്റ്റർ ഡൊമിനിക് സാവിയോ എന്നും കുമ്പസാരിച്ചിരുന്നു. അനുദിനം കുമ്പസാരിക്കുന്ന ഇവരാണോ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ അമർന്നിട്ടുള്ളത്? അതോ ആണ്ടിലൊരിക്കലൊക്കെ കുമ്പസാരത്തിലൂടെ കടന്നു പോകുന്ന നമ്മളോ? കുമ്പസാരം യഥാർത്ഥത്തിൽ ഒരു പരിശോധന മാത്രമല്ല, പാപമോചനം നേടുന്ന വേദി കൂടിയാണ്. പക്ഷേ ആ പാപമോചനം നേടുന്ന വേദിയിലേക്ക് നമുക്ക് കൃത്യതയോടെ കടക്കാനാവണമെങ്കിൽ അനുദിനം ആത്മശോധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. ക്രൈസ്തവ ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ആത്മശോധന എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എന്നും ആത്മശോധന ചെയ്യുന്നത് കൊണ്ട് പല കാര്യങ്ങളിൽ ഗുണമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു, അനുതാപത്തോടെ ജീവിക്കുന്നു. അതുകൊണ്ട് ഓരോ കുമ്പസാരവും യോഗ്യതാപൂർണമായ അനുതാപത്തോടെ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നു. ഇനി അതിനേക്കാൾ പ്രധാനമായിട്ടൊരു കാര്യം, സാധാരണ നമ്മൾ പരാതിപ്പെടുന്നൊരു കാര്യമാണല്ലോ, പ്രാർത്ഥനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ദൈവാനുഭവം ഉണ്ടാകുന്നില്ല, എപ്പോഴും ഉള്ള പരാതിയാണ്. നമ്മുടെ മനസ്സ് മുഴുവൻ ഈ ലോകവും അതിൻ്റെ പ്രവൃത്തികളും വിചാരങ്ങളും ഒക്കെ ആയിരിക്കുമ്പോൾ ദൈവാനുഭവം അത്ര എളുപ്പമല്ല. എന്നാൽ നമ്മുടെ മനസ്സ് കറകളൊക്കെ കഴുകി എപ്പോഴും നിർമ്മലമായി സൂക്ഷിക്കാൻ കഴിഞ്ഞാലോ? അവിടെയാണ് ആത്മശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണം. പ്രാർത്ഥനയിൽ പുരോഗമിക്കാൻ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ക്രിസ്തുബോധത്തോടെ ആയിരിക്കാൻ ആത്മശോധന നമ്മെ സഹായിക്കും. സന്യാസ സമൂഹത്തിലൊക്കെ ആത്മശോധന ഒരു തവണയല്ല കേട്ടോ, ഒരു ഉച്ചയ്ക്ക് ഒരു ആത്മശോധന കൂടിയുണ്ട്. 12 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ആത്മശോധന നടത്തും. പിന്നെ വൈകിട്ട് 2 നേരമാണ്. നമ്മെപ്പോലെയല്ല, ഏറെ അകന്ന് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ കാര്യമാത്രമായ ഇടപെടലുകളില്ലാതെ ജീവിക്കുന്നവരാണ് സന്യസ്തർ. നാം ഇടപഴകുന്ന അത്രയും മനുഷ്യരുമായി ഇടപഴകുന്നില്ല, പ്രശ്നസങ്കീർണമായ ലോകത്തൂടെ കടന്നു പോകുന്നില്ല. അങ്ങനെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിഷ്ഠയിലും ഒക്കെ ആയിരിക്കുന്ന അവർ 2 നേരം ആത്മശോധന ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ആത്മശോധനയേ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മാലിന്യങ്ങൾ കഴുകിക്കളയാനുള്ള ഏറ്റവും വ്യക്തിപരമായൊരവസരം നാം അവഗണിച്ച് കളയാം.
ആദ്യ കുർബാന സ്വീകരണത്തിന് വേദോപദേശം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആത്മശോധനയ്ക്ക് വേണ്ടും വിധം എന്നൊരു ക്രമം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളതൊന്നും കാര്യമായി പരിഗണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ധ്യാനാത്മകതയിൽ പുരോഗമിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് ആത്മശോധന. കത്തോലിക്ക വേദോപദേശം പഠിപ്പിക്കുന്ന ഒരു ധ്യാനമാർഗം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് ജീവിതത്തെ മുഴുവൻ പരിശോധിക്കുന്നു. വ്യക്തിപരമായ പരിശോധന ഒരു ആത്മശോധനയുടെ ഭാഗം. വ്യക്തിപരമായ പരിശോധന ഒരു ധ്യാനം തന്നെയാണെന്ന് പറയാം. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് അവഗണിക്കുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം ആരോഗ്യപരമായ കാര്യമാണ്. സാധാരണ ആനുകാലിക ലോകത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് ഹൈപ്പർ ടെൻഷൻ. പലവിധ കാരണങ്ങൾ കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം. പക്ഷേ പലപ്പോഴും ഹൈപ്പർ ടെൻഷന് കാരണമായി ഭവിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ അന്തസ്സംഘർഷങ്ങളാണ്. ഈ അന്തസ്സംഘർഷങ്ങൾ ഒഴിവായാൽ നമുക്ക് സ്വച്ഛമായ ഒരു ഹൃദയ ചലനമുണ്ടാകും, നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനം ക്രമപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഹൈപ്പർ ടെൻഷനുള്ളവർക്ക്, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസിക വ്യായാമം എന്ന നിലയ്ക്ക് വരെ നമുക്ക് ആത്മശോധനയെ കാണാം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തെറ്റിപ്പോയേക്ക് മാപ്പി ചോദിച്ച് ചെയ്ത നന്മകളെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വസ്ഥതയോടെ കിടന്നുറങ്ങുക. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഉറക്കം കിട്ടാനും ഇത് ഉപകാരപ്പെടും. ഉറക്കമില്ലായ്മ ഇന്ന് ആധുനിക ലോകത്ത് അനേകരെ അലട്ടുന്നൊരു പ്രശ്നമാണ്. ഉറക്ക ഗുളികകൾ പ്രചാരം നേടുകയും സമൂഹത്തെ അടിമപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഉറക്കക്കുറവുണ്ടാകുന്നതിനുള്ള ഉറക്കക്കുറവിൻ്റെ കാരണങ്ങളെ പരിഹരിക്കാനും ഒരു പരിധിവരെ ആത്മശോധന ഉപകാരപ്പെടും. ഞാനിപ്പോൾ ഇതിൻ്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അങ്ങനെ ആത്മശോധന ചെയ്യേണ്ടതിൻ്റെ കാര്യം എന്താണ്? നാം ഈ ലോകത്താണ് ജീവിക്കുന്നത്. എത്രത്തോളം ആത്മീയതയിൽ പുരോഗമിച്ചു വരണമെന്ന് പറയുമ്പോഴും ഈ ലോകത്തിൻ്റെ ക്രമങ്ങളും ഈ ലോകത്തിൻ്റെ അസ്വസ്ഥതകളും നമ്മെ ഭരിക്കും. നമുക്കതിൽ നിന്ന് വിമോചിച്ച് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. ഇതൊക്കെ ഒഴിവാക്കി ഇതൊന്നും വേണ്ടെന്ന് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. പക്ഷേ വളരെ എളുപ്പത്തിൽ ആത്മശോധന പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നീക്കാം, ഉറക്കക്കുറവിന് നീക്കാം. മാത്രമല്ല സ്വച്ഛതയോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാം. ഒന്നും നമ്മെ ഭാരപ്പെടുത്തില്ല. ഏതു നിമിഷമാണ് നമ്മുടെ ജീവിതത്തിന് അന്ത്യമെന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം തന്നെയാകാം. അപ്പോൾ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്നത് എപ്പോഴും നാം സ്വയം പരിശോധനയിലായിരിക്കണം. അനുതാപത്തോടെ ജീവിക്കാൻ കഴിയണമെന്നാണ്. ഓരോ നിമിഷവും അനുതാപത്തോടെ ജീവിക്കുകയാണ് കരണീയം. ഇനി രാത്രികാലങ്ങളിൽ നാം ആത്മശോധന ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ടൊരു മെച്ചം, നാം ഉറങ്ങാൻ പോവുകയാണ്. നമ്മൾ പകൽ ചെയ്ത പ്രവൃത്തികളും ചിന്തകളും ഭാവനകളും എല്ലാം നമ്മുടെ മനസ്സിനകത്തുണ്ട്. അവയെല്ലാം ഒരുപക്ഷെ ബോധമനസ്സിലും ഉപബോധ മനസ്സിലുമായി കിടക്കുകയായിരിക്കും. രാത്രികാലത്ത് നാം ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവയൊന്നും കഴുകപ്പെടാതെയാണ്, അല്ലെങ്കിൽ അവയിൽ നിന്ന് വിമോചനം പ്രാപിക്കാതെയാണ് നാം കിടക്കുന്നതെങ്കിൽ അവയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ ഭാരമായി കടന്നുകൂടും. അവയെല്ലാം നമ്മുടെ ഭാവി ജീവിതത്തെ ബാധിക്കും. നമ്മുടെ വികാരങ്ങളെ, പ്രകടനങ്ങളെ, അനുഭൂതികളെ, സ്വീകരണങ്ങളെ, നമ്മുടെ പെരുമാറ്റങ്ങളെ എല്ലാം അവ ബാധിക്കും. അതുകൊണ്ട് നിരന്തരമായി അനുതാപത്തിൻ്റെ മാർഗത്തിലായിരിക്കാൻ, ധ്യാനത്തിൻ്റെ മാർഗത്തിലായിരിക്കാൻ, ക്രിസ്തു അവബോധത്തിലായിരിക്കാൻ ആത്മശോധന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തിരിച്ചറിയണം. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 40-ാം തിരുവചനം പറയും, നമുക്ക് നമ്മുടെ വഴികളെ പരിശോധിക്കുകയും സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരികുകയും ചെയ്യാം. നമ്മുടെ നടക്കുന്ന വഴി, ഓരോ ചുവടുവെപ്പും എങ്ങനെയാണെന്ന് നമുക്ക് നിശ്ചയമില്ല. കൃത്യമായി ക്രിസ്തുവിൽ അവബോധത്തോടെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും പ്രവൃത്തികളും എല്ലാം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമായി തീരും. പക്ഷേ സ്വാഭാവികമായി നമുക്ക് വരുന്നൊരു കുറവെന്താണ്? മുൻപോട്ടുള്ളൊരു ചുവടുകളെ നമുക്ക് മനസ്സിലാകുന്നില്ല. ചുവടുകൾ മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് നിമിഷമാണ് വീണു പോവുക എന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ല. ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ലല്ലോ. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വീണാലും കർത്താവിൻ്റെ കരങ്ങളിലാണ്. വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടാകണം. പക്ഷേ നമുക്ക് സൂക്ഷ്മമായി നമ്മുടെ വഴികളെ പരിശോധിക്കാൻ കഴിയണം. ഇനി ഭാവിയിലേക്കുള്ള വഴികളെ നമുക്കങ്ങനെ പരിശോധിക്കാൻ മാർഗ്ഗമില്ല. ദൈവത്തോട് ആലോചന ചോദിക്കാമെന്നല്ലാതെ പരിശോധിക്കാൻ മാർഗ്ഗമില്ല. ഭാവിയിലേക്കുള്ള ചുവടുകളെ നമുക്ക് പരിശോധനാ വിഷയമാക്കി മാറ്റാൻ കഴിയുന്നത് നമ്മുടെ നടന്നു വന്ന വഴികളെയാണ്, നടന്നു വന്ന ചുവടുകളെ. അതുകൊണ്ട് പിന്നിലേക്ക് തിരിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാം തിരുവചനം പറയുന്നത്, നമുക്ക് നമ്മുടെ വഴികളെ സൂക്ഷ്മമായി പരിശോധിക്കാം, കർത്താവിലേക്ക് തിരിയാം.
ഹഗായുടെ പുസ്തകം 1:5 അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുകയും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒരു ദിവസം പിന്നിട്ട് നമ്മുടെ ഓർമ്മയ്ക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ളവരായിരിക്കുവിൻ. എത്രത്തോളം ക്രിസ്തുവുമായി ചേർന്നാണ് ജീവിച്ചത്, എവിടെയൊക്കെ വീണു പോയിട്ടുണ്ട്, നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും ഭാവനയും ഒക്കെ എങ്ങനെയാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നത്, എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിയത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ, സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഹഗായി 1:5 പഠിപ്പിക്കുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ വഴികളിലെ കുറവ് തിരിച്ചറിയാൻ കഴിയില്ല. കർത്താവാണെങ്കിൽ നിരന്തരമായി നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുറവും അയോഗ്യതയും ഒക്കെ അവിടുത്തെ സന്നിധിയിലുണ്ട്. അതുകൊണ്ട് സുഭാഷിതങ്ങൾ 16:2 പറയും, നമുക്ക് നമ്മുടെ വഴികൾ അന്യോന്യമെന്ന് തോന്നും, നമ്മുടെ നടപടികൾ അന്യോന്യമെന്ന് തോന്നും, കർത്താവ് ഹൃദയത്തെ പരിശോധിക്കുന്നു. ഹൃദയം പരിശോധിക്കുന്നതിന് മുൻപിൽ എളിമയോടെ ആയിരിക്കാൻ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം അനുതാപത്തിൻ്റെതാണ്. ഈ അനുതാപം എങ്ങനെയാണ് ജനിക്കുക? അനുതാപം ദൈവവുമായി എത്ര അകലമുണ്ടെന്ന ബോധ്യമാണ്. ആ അകലമുണ്ടെന്ന ബോധ്യമാണ് നമ്മുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുന്നത്. അനുതാപം ഒരു സങ്കടത്തിൻ്റെ കാര്യമല്ല കേട്ടോ. പലപ്പോഴും ആളുകൾ അനുതാപം എന്ന് പറയുമ്പോൾ കണ്ണീരാണ് വിചാരിക്കുക. കണ്ണീരിൻ്റെ കാര്യമല്ല, ഹൃദയത്തിനൊരു ചൂടുണ്ടാകുക. ക്രിസ്തുവുമായുള്ള സ്നേഹത്തെ സംബന്ധിച്ച ചിന്ത ഹൃദയത്തെ ചൂട് പിടിപ്പിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകാം, പറ്റിപ്പോയ വീഴ്ചകളെക്കുറിച്ച് വിലാപമുണ്ടാകാം ഹൃദയത്തിൽ. അവിടെ അനുതാപജന്യമായൊരു ജീവിതം, ഹൃദയത്തിന് ചൂടുപിടിക്കുന്നൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ആത്മപരിശോധനയിലേക്ക്, സ്വയം പരിശോധനയിലേക്ക് കടന്നു പോകേണ്ടി വരും. സുഭാഷിതങ്ങൾ 17:3 നമ്മെ പഠിപ്പിക്കും, മൂശയിൽ വെള്ളിയും ഉലയിൽ സ്വർണവും ശോധന ചെയ്യപ്പെടുന്നു, ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവാണ്. അങ്ങനെ പരമപരിശുദ്ധനായ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മുടെ ഓരോ നിമിഷവും നാം വിനിയോഗിക്കുന്നതെന്ന് ഓർക്കണം. പക്ഷേ അങ്ങനെ ഓർത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ എവിടെയൊക്കെ വീഴ്ച ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. ക്രിസ്തു അകമേ വസിക്കുന്നത് നമുക്കൊക്കെ വിശ്വാസമുള്ള കാര്യമാണ്. ആർക്കാണത് ബോധ്യമില്ലാത്തത്? കൊളോസ്യർ 1:27 പറയുന്നത് നമുക്ക് വിശ്വാസമുള്ള കാര്യമാണ്. പക്ഷേ എത്രത്തോളം നേരം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും? പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നാം തിരികെ നടക്കുന്ന ആ വഴി വെച്ച് തന്നെ അകത്ത് വന്ന കർത്താവിനെ നമ്മൾ മറന്നുപോകും. ലോകത്തേക്ക് നമ്മൾ തിരിയും. ആ സമയത്ത് പള്ളിയിലെ ഫാൻ ഓഫ് ചെയ്തിരിക്കുകയായിരിക്കും. അത് കുറച്ച് നേരം ഇട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? ചൂടെടുക്കുന്നല്ലോ എന്ന് വിചാരിക്കും. അകത്ത് കയറിയ കർത്താവിനെയോ ആ സ്നേഹത്തെയോ ഒക്കെ നമ്മൾ വിസ്മരിച്ചു പോകും. പിന്നെ പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ അറിയിപ്പുകൾ വായിക്കുമ്പോൾ ആ അറിയിപ്പിലേക്ക് നമ്മുടെ ചിന്തകൾ പോകും. അകമയുള്ള കർത്താവ് അപ്പോൾ തന്നെ അപ്രസക്തമായി തീരും. പിന്നെ പുറത്തേക്കിറങ്ങി നാം മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ എത്രത്തോളം നാം ഈ ക്രിസ്തുബോധത്തെ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് യേശുവിൽ ഐക്യപ്പെടുമ്പോഴും കൂദാശയിൽ പങ്കുചേരുമ്പോൾ പോലും നമുക്ക് ഈ ലോകവുമായുള്ള ബന്ധത്തിനാണ് ബലം കൂടുതൽ അനുഭവപ്പെടുക. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യം എന്താണ്? കർത്തൃസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കലാണ്. സങ്കീർത്തകൻ അങ്ങനെ ഏൽപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 139:28 സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കണമേ. കർത്താവ് ഇത് ചെയ്യുന്നയാളാണ്. അവിടുത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ മനസ്സിനെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങളെ അവിടുന്ന് പരിശോധിക്കണമേ. നിരന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊരു കടമ നമുക്കുണ്ട്. അവിടുന്ന് വിദ്യാളനാണ്. അവിടുന്ന് ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ നിമിഷവും നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകുന്നവനാണ്. മരണശേഷം സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ നമുക്ക് നൽകപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക് യോജിച്ച വിധമാണ് എന്ന കാര്യം ഓർക്കണം. ന്യായമായ നീതിപൂർവകമായ ഒരു വിധി നമ്മെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെ അനുനിമിഷം പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധനയാണ് ആത്മശോധനയായിട്ട് നമ്മൾ ചെയ്യുക. സങ്കീർത്തനങ്ങളോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 26:2 എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയവും മനസ്സും തിരിച്ചറിയണമേ, എന്നെ ഉരച്ചു നോക്കണം, എൻ്റെ ഹൃദയവും മനസ്സൊക്കെ ഉരച്ചു നോക്കണമേ ദൈവമേ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രകാരം കയ്യേൽപ്പിക്കുന്നൊരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ആത്മശോധന. ഇനി ആത്മശോധന എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുക എന്നതിനെക്കുറിച്ച് പറയാം. സ്വാഭാവികമായ ഒരു ദിവസം നിരവധിയായ വിചാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പലപ്പോഴും ചിന്തകളും ഭാവനകളൊക്കെ നമ്മെ അലട്ടും. മാത്രമല്ല, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഒരുപക്ഷെ കോപത്തിലും വീഴ്ചയിലും അശുദ്ധിയിലും ഒക്കെ നമ്മൾ പെട്ടുപോകാം. സായാഹ്നത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കാനായിട്ടൊരുങ്ങാണ്. വിശ്രമം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ കിടന്നുറങ്ങുക. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ദൈവകരങ്ങളിലാണ് വിശ്രമം യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് മനസ്സ് സ്വച്ഛമാകുമ്പോഴാണ്. അപ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങൾ അകലണം. മനസ്സിൽ കുറേയേറെ വിചാരങ്ങളും പ്രവൃത്തികളും ഒക്കെ കൂടിക്കുഴഞ്ഞ് മനസ്സിനകത്ത്
ഭാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും ഈ ഭാരം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഭാരങ്ങൾ അനുഭൂതികളായിട്ട് വന്നവ, അനുഭവങ്ങളായിട്ട് വന്നവ കർത്താവിൽ പരിശോധിക്കുകയും യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും നമ്മൾ നിർമ്മലരായി തീരുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാകുക. അപ്പോൾ ഉറങ്ങാനായി പോകുന്നതിന് മുൻപ് നമുക്ക് ആത്മശോധനയിലേക്ക് പ്രവേശിക്കാം. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഏറ്റവും വ്യക്തിനിഷ്ഠമായ ധ്യാനാത്മക പ്രാർത്ഥനയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. വളരെ സിമ്പിളായ, എളുപ്പത്തിൽ ചെയ്യാവുന്ന, ആർക്കും ചെയ്യാവുന്ന ഒരു ധ്യാനമാർഗം. അല്പനേരം ദൈവസന്നിധിയിലിരിക്കണം ഉറങ്ങുന്നതിന് മുൻപ്, തൊട്ടു മുൻപ്. അങ്ങനെ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപിരുന്ന് നമുക്ക് നമ്മുടെ ആത്മാവിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് സങ്കീർത്തനം 31:5 നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമ്മുടെ മനസ്സിൽ അന്ന് രാവിലെ മുതൽ ചെയ്ത പ്രവൃത്തികളെ നാം ഒന്ന് ഓർക്കുകയാണ്. എഴുന്നേറ്റത് മുതൽ നാം എഴുന്നേറ്റപ്പോൾ ദൈവവിചാരം ഉണ്ടായോ? നാം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് വിചാരത്തോടെയാണ് എഴുന്നേറ്റത്? അല്പനേരം ദൈവത്തെ ഓർക്കാൻ പറ്റിയോ? കുരിശിൻ്റെ അടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിച്ചോ? മാമോദീസ ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ ക്രിസ്തുവിലാണെന്ന ബോധത്തോടെയാണോ ഞാൻ ഉണർന്നത്? ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഈശ്വര വിചാരം ഉണ്ടായോ എന്നൊരു പ്രധാന ചിന്തയാണ്. അപ്പോൾ എഴുന്നേൽക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കാം. ഇനി നമ്മൾ പ്രഭാത കൃത്യങ്ങൾ ചെയ്യും, ശൗചകർമ്മങ്ങൾ ചെയ്യുന്നു, പല്ല് തേക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ സ്മരണ ഉണ്ടായ ഒന്നാണ്. സാധാരണഗതിയിൽ തിരക്കിട്ട ജീവിതമാണ് നമ്മുടേത്, പല പല തിരക്കുകളിലാണ്. ഈ തിരക്കുകളൊക്കെ നമ്മുടെ മേൽ വന്ന് ആധിപത്യം പുലർത്താൻ കാരണം നമ്മൾ ഈ കാര്യങ്ങൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. ഇതിനൊന്നും സമയം വേണ്ട കേട്ടോ. ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്ത് നിങ്ങളുടെ മനോവിചാരങ്ങളൊന്ന് തിരുത്താനാണ് പറയുന്നത്. അല്ലാതെ വളരെ നേരം ഇരുന്ന് കുത്തിയിരുന്ന് ധ്യാനിക്കാൻ എവിടെയാ സമയം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ. എനിക്ക് ഒട്ടും നേരമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ. ഇത് പ്രത്യേകിച്ച് നേരം വേണ്ട കാര്യമല്ല. ഓരോ നിമിഷവും ഇങ്ങനെ ദൈവാലോചനയിലേക്ക് പോകാൻ പറ്റും. നമ്മൾ കുളിക്കുന്ന സമയത്ത് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ചൊരു എഫർട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്നെ ശുദ്ധീകരിക്കണമേ. പല്ല് തേക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാവിനെക്കുറിച്ചൊക്കെ ഓർക്കാം. നല്ലത് മാത്രം പറയാൻ, ഈശോയെ എല്ലാവരെയും സ്നേഹിക്കാൻ, എൻ്റെ നാവിൽ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി നിക്ഷേപിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാവിനെ ഓർക്കാം, നമ്മൾ രുചിബോധങ്ങളെ ഓർക്കാം. അങ്ങനെ ഓർമ്മയോടെയാണോ, അവബോധത്തോടെയാണോ നാം പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നത്? ഇനി വസ്ത്രം ധരിക്കുമ്പോൾ മാമോദീസയിലൊരു വെളുത്ത വസ്ത്രം ധരിച്ചതായിരുന്നു, അതിൻ്റെ സ്ഥിതി എന്താണിപ്പോൾ എന്ന് ആലോചിക്കാം. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഈ പറഞ്ഞ ദൈവീക ചിന്തയോടെ ജീവിതത്തെ എത്രത്തോളം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇനി ആളുകളുമായുള്ള ഇടപെടലുകൾ, ഭക്ഷണം കഴിച്ചത് എങ്ങനെ, ആർത്തിയോടെയാണോ, മടുപ്പോടെയാണോ, കുറേ ബാക്കി കളഞ്ഞിട്ടുണ്ടോ, വേസ്റ്റ് കളഞ്ഞിട്ടുണ്ടോ? കുറേ ആളുകൾ ഭക്ഷണമില്ലാതെ വിലപിക്കുന്ന സ്ഥലത്ത് ഭക്ഷണത്തോട് ഇഷ്ടമില്ലാതെ, താല്പര്യമില്ലാതെ എതിർത്ത് അത് കളയാനൊക്കെ കാരണമായിട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം പാചകം ചെയ്തു തരുന്നവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇനി ആ സമയത്ത് വേറെ കുറേ കാര്യങ്ങൾ ശരിക്കും നമുക്ക് ഓർക്കാനുണ്ട്. ഇത്രയൊക്കെ ഓർക്കാൻ പറ്റുമെന്ന് തന്നെ അത്ഭുതമാണ്. കാരണം ഒരു അരിമണി നമ്മുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് എത്രയോ പേർ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട്. ജാതി മതങ്ങളൊന്നും ഇല്ലാതെ എത്രയോ മനുഷ്യരുടെ അധ്വാനമാണ് ഈ വയലിൽ ഇങ്ങനെ ഒരു നെൽക്കതിർ മുളച്ച് അത് അരിയായി നമ്മുടെ കയ്യിലെത്തുന്നത് വരെയുള്ള പ്രക്രിയയിൽ എത്രയോ പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ? ഒരു നന്ദിയുണ്ടോ എല്ലാവരോടും? ഇതൊക്കെ ആലോചിക്കാവുന്ന വിഷയമാണ്. മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഭക്ഷണമില്ലാത്തവരെക്കുറിച്ച് ആലോചിച്ചോ? എവിടെയൊക്കെയോ തെരുവിലിരുന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇപ്പോഴും വയറ് പൊരിയുന്ന മനുഷ്യരുണ്ട്. അവരെ കണ്ടിട്ടുണ്ടോ? അവരെക്കുറിച്ച് ഓർത്തോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അവരുമായി ഭക്ഷണം പങ്കുവയ്ക്കാമെന്നൊരു മനോഭാവം ഉണ്ടായോ? ഇങ്ങനെ ചിന്തിച്ച് ഓരോ പ്രവൃത്തികളിൽ ജോലി ഏർപ്പെട്ടപ്പോൾ വിശ്വസ്തയോടെയാണോ ചെയ്തത്, മടുപ്പോടെയാണോ? ചിലരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അധ്വാനമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ രാഗിക്കൊണ്ടാണ്. എന്തൊരു കഷ്ടം ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. എനിക്ക് എൻ്റെ ഒരു ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാൻ കിട്ടി, ദൈവമേ അതിന് ഞാൻ നന്ദി പറയുന്ന മനോഭാവത്തോടെയാണോ? അങ്ങനെ പരിശോധിച്ച് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാൻ പറ്റും. വ്യക്തിബന്ധങ്ങളെ, സ്നേഹ മുഹൂർത്തങ്ങളെ, നമ്മുടെ വിശ്രമത്തെ, നമ്മളിൽ നിന്ന് സേവനം ലഭിച്ചവരെ, നാം എവിടെയൊക്കെ ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അവിടെയൊക്കെ എന്ത് മനോഭാവമാണ് പുലർത്തിയത്, എങ്ങനെയൊക്കെയാണ് പെരുമാറിയത്, ആരെയെങ്കിലും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടോ, ആരോടെങ്കിലും ദ്രോഹപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ആലോചിച്ച് അവസാനം കിടക്കുന്ന സമയം വരെ ആലോചിച്ചിട്ട് പറ്റിപ്പോയ പിഴവുകൾക്കൊക്കെ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. പറ്റിപ്പോയ പിഴവുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തതെന്നല്ല കേട്ടോ. ചിലപ്പോൾ മനഃപൂർവ്വമല്ലായിരിക്കും, പക്ഷെ മനസ്സറിവോടെയാണ്. അറിയാത്ത പാപം പാപമല്ല. ചിലരൊക്കെ പ്രാർത്ഥിക്കുമല്ലോ, അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങളെല്ലാം അത് കാടടച്ച് വെടിവെക്കലാണ്. അങ്ങനെ വെടിവെപ്പ് സാധ്യമല്ല.
അതുകൊണ്ട് എന്ത് ചെയ്യണം? അറിഞ്ഞും അറിയാതെയും ചെയ്തതെന്നല്ല, മനസ്സറിവോടെ ചെയ്ത കാര്യങ്ങൾക്കാണ് ദൈവത്തോട് മാപ്പ് ചോദിക്കേണ്ടത്. മനസ്സറിവില്ലാതെ ചെയ്യുന്നത് പാപമല്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സറിവോടെ ചെയ്തത്, മനഃപൂർവ്വമല്ലാതെയാണെങ്കിൽ പോലും ചെയ്തത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് അതിനൊക്കെ തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. അതിൽ മാരകമായ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, മനസ്സറിവോടെ മനഃപൂർവ്വം ചെയ്തതെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് കുമ്പസാരിക്കും എന്ന്, ഏറ്റവും അടുത്ത ദിവസം കുമ്പസാരിക്കുമെന്ന് ആത്മശോധന ചെയ്തുകൊണ്ട് ഏറ്റുപറയാം. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുടർച്ചയായ ദിവസങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു പോകും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അനുദിനം ആത്മശോധന ചെയ്യുമ്പോൾ കുറേ ദിവസങ്ങളാകുമ്പോൾ കോപിച്ചു പോകുന്നു, സ്ഥിരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നു, ചില ആസക്തികൾ സ്ഥിരമായിട്ട് വിട്ടുപോകും. അപ്പോൾ അതൊരു തഴക്കമായിട്ട് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അവിടെയും ആത്മശോധനയിൽ കർത്താവിന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് മനസ്താപ പ്രകടനം ചെല്ലാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു. അങ്ങ് ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. മേലിലൊരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് ഏറ്റുപറയാം. എന്നിട്ട് കുമ്പസാരിക്കാനുള്ള ഏറ്റവും അടുത്ത ദിവസം കുമ്പസാരിക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യാം. ഇനി അങ്ങനെ വന്ന് അപ്പോൾ പാപത്തെക്കുറിച്ച് പറഞ്ഞു, കർത്താവിൽ നിന്ന് മോചനം കിട്ടിയെന്ന് വിശ്വസിക്കണം. നമ്മൾ ഏറ്റു പറയുമ്പോൾ തന്നെ, കുമ്പസാരിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവത്തിന് നമ്മളെയും വിശ്വാസമാണ്. ദൈവം നമ്മളെ കണക്കിലെടുക്കും. അതുകൊണ്ട് അങ്ങനെ അനുതാപത്തോടെ ഏറ്റുപറയുക, കുമ്പസാരിക്കാൻ തീരുമാനിക്കുക. അപ്പോൾ പാപത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ദൈവസന്നിധിയിൽ നമ്മളതിൽ കഴുകി നിർമ്മലമായി. അപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഇങ്ങനെ ചെയ്തു പോയ പ്രവൃത്തികളിലെ, വിചാരങ്ങളിലെ, വാക്കുകളിലെ പിഴവുകളെക്കുറിച്ച് ഓർത്ത് അനുദപിക്കാം. തിരക്തം കൊണ്ടവയെ കഴുകാം, മനസ്താപ പ്രകടനം ചെല്ലാം. എന്നിട്ട് കർത്താവിനോട് പറയാം. ഏറ്റവും അടുത്ത ദിവസം കുമ്പസാരിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്യാം. ഇനി അടുത്തത് നന്മ പ്രവൃത്തികളാണ്. തിന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ, നന്മ പ്രവൃത്തികളാണ്. നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യണം, ആലോചിക്കേണ്ട കാര്യമുണ്ടോ? നന്മ പ്രവൃത്തികളെക്കുറിച്ച് ശരിക്കും ആലോചിക്കണം. കാരണം നന്മ പലപ്പോഴും നമ്മെ അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു മതിഭ്രമത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും. അങ്ങനെ അവനവൻ കൊള്ളാം എന്നൊരു തോന്നലുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ആത്മീയമായൊരു വീഴ്ചയാണ്. കാരണം തീത്തോസ് 2:14 പറയും, യേശുക്രിസ്തു എല്ലാ തിന്മകളും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഓരോ നന്മ പ്രവൃത്തിയുടെയും യോഗ്യത ആരുടെയാണ്? അത് ക്രിസ്തുവിലാണ്. യേശുക്രിസ്തു എല്ലാ തിന്മകളിലും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ആ ബലിയുടെ യോഗ്യതയിലാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ചെയ്ത ഒരു നന്മയും ഒരു നല്ല വാക്കും ഒരു സദ്വിചാരവും നമ്മുടെ സ്വയം പ്രയത്നമോ കഴിവോ അല്ല, നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിനൊരു നന്ദി പറയണം. ആദ്യം അനുതാപം പറഞ്ഞു, ഇനി നന്ദി പറയണം. അപ്പോൾ ഒരു സംശയം സാധാരണ ഉണ്ടാകും, നന്മയെല്ലാം ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലാണ്, തിന്മയൊക്കെ നമ്മുടെ അക്കൗണ്ടിലാണ്. കാരണം യേശു നന്മയാണ്, പരമമായ നന്മയാണ്, പരിശുദ്ധനാണ്. മാത്രമല്ല നമുക്ക് സ്വന്തമായി നന്മ ചെയ്യാൻ കഴിവില്ല. നമ്മുടെ കഴിവിനാൽ നന്മ ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ പ്രകൃതം എന്താണ്? ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വായിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ കാണുമല്ലോ, ഭൂമിയിൽ മനുഷ്യൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് മർക്കോസ് 7:21 പറയുന്നു. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം. സ്വാഭാവിക പ്രകൃതി തിന്മ ചെയ്യാനുള്ള പ്രകൃതമാണ്, സ്വാർത്ഥം അന്വേഷിക്കലാണ്, സ്വന്തം താല്പര്യങ്ങളിൽ കുടുങ്ങിയാണ് ജീവിതം, അഹങ്കാരത്തിലാണ്. ഈ വീഴ്ചകളൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ളതൊന്നും ഈ നിയമങ്ങളല്ല. ഇത് ചെയ്യണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, സ്നേഹിക്കണമെന്നാണ്. ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് കഴിയുന്നില്ല. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കാതെ സ്വന്തമായ പ്രവൃത്തികളിൽ വീണു പോകുന്നത് കൊണ്ട് നമ്മുടെ കുറവുകൾക്കൊക്കെ ഉത്തരവാദിത്വം നമുക്കാണ്. ദൈവത്തിനൊരു പങ്കാളിത്തമില്ല. അതേസമയം പരമനന്മയായ ദൈവം നമ്മിൽ പ്രവർത്തിക്കുകയും നമ്മുടെ സഹകരണത്തോടെയാണ് എങ്കിലും ദൈവാത്മാവിൻ്റെ ശക്തിയാലാണ് ഓരോ നന്മ പ്രവൃത്തിയും. അപ്പോൾ അതിന് നന്ദി പറയുകയും വേണം, കൃതജ്ഞതയോടെ ജീവിക്കണം. മാത്രമല്ല ഇന്നത്തെ ദിവസം എന്തൊക്കെ നന്മ ദൈവം തന്നു. നമുക്കത് കിട്ടിയ എത്രത്തോളം നല്ല വാക്കുകൾ, നമുക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ, ഭൗതികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും ദൈവം നമ്മെ സഹായിച്ചു എന്ന് തോന്നിയ, ദൈവം നമ്മുടെ കൂടെ വന്നു തോന്നിയ, ദൈവാനുഗ്രഹത്തിലാണെന്ന് തോന്നിയ നിരവധി നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട്. അവയ്ക്കൊക്കെ നന്ദി പറയണ്ടേ? കൂടെ വന്നതിന്, എന്നെ സഹായിച്ചതിന്, എന്നെ ബലപ്പെടുത്തിയതിന്, എന്നെ താങ്ങിയതിന്, അതിനൊക്കെ നന്ദി പറയണം. അങ്ങനെ നന്ദി പറഞ്ഞു, പാപത്തെക്കുറിച്ച് അനുദപിച്ചു, തന്ന നന്മയ്ക്ക് നന്ദിയും പറഞ്ഞു. ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ
ഭാരമില്ലാത്തവരായി. പാപത്തിൻ്റെ ഭാരവുമില്ല, ഈ നന്മകൾ നമ്മളിൽ ഉണ്ടാക്കാവുന്ന അഹങ്കാരത്തിൻ്റെ ഭാരവുമില്ല. രണ്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വസ്ഥമായി ദൈവകരങ്ങളിൽ നമുക്ക് ഉറങ്ങാം. അങ്ങനെ ഉറങ്ങുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവാവബോധത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൂട്ടി വിളക്കിയിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ രീതിയിൽ ആത്മീയമായ പല പ്രഘോഷങ്ങളും നമ്മൾ കേൾക്കും, പല കാര്യങ്ങളും നമ്മൾ കേൾക്കും, വചനം വായിക്കും, വചനത്തെക്കുറിച്ചൊക്കെ പറയും. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഞാൻ പറഞ്ഞല്ലോ, സന്യാസികൾ ഉച്ചയ്ക്കും വൈകിട്ടും ആത്മശോധന നടത്തുന്നുണ്ട്, പിഴവുകൾ തിരുത്താൻ നോക്കുന്നുണ്ട്. നമ്മളാകട്ടെ അങ്ങനെ ഒരു പ്രവൃത്തിയിലേ ഏർപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാത്തത് കൊണ്ട് തന്നെ നാം എത്ര പുതിയ വസ്ത്രം ധരിച്ചാലും കുളിക്കാത്തവൻ ധരിച്ചതുപോലെ ഇരിക്കും. നമ്മൾ കുളിക്കുന്നില്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സ്വയം പരിശോധനയാണ് ഏറ്റവും വലിയ പരീക്ഷണ മാർഗം, പരിശോധനാ മാർഗം. അങ്ങനെ സ്വയം പരിശോധിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലാണ്. അതുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് നൽകുന്ന വെളിച്ചമനുസരിച്ച് നമ്മെ തന്നെ പരിശോധിക്കുകയും ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുകയും പാപത്തിന് അനുദപിക്കുകയും ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് ശാന്തമാവും, ഭാരരഹിതമാവും. അപ്പോൾ ഉറക്കത്തിലെ ദുസ്വപ്നങ്ങൾ ഒഴിവാകും, ഉറക്കമില്ലായ്മ വിട്ടുപോകും, അസ്വസ്ഥതകളൊക്കെ മാറി സ്വസ്ഥതയോടെ ആയിരിക്കാൻ ക്രിസ്തുബോധത്തിൽ ഉറങ്ങാൻ നമുക്ക് കഴിയും. ക്രിസ്തുബോധത്തിലാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കും, നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. തുടർച്ചയായി നമ്മളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ഈ നയിക്കപ്പെടലിനനുസരിച്ച് മുൻപോട്ട് പോകാൻ തുടങ്ങും. അത് ആത്മീയ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ വളരെ നിങ്ങളെ സഹായിക്കുന്നൊരു കാര്യമാണ് എന്നോർക്കണം. അതുകൊണ്ട് ആത്മശോധനയെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് പരിഗണിക്കുക. രണ്ടാമത്തെ കാര്യം, ധ്യാനമാർഗങ്ങൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടാകുമല്ലോ, ദൈവാനുഭവത്തിൻ്റെ വേദിയിലേക്ക് വരാനൊക്കെ ആഗ്രഹം. ആ ആഗ്രഹം നമുക്ക് സാധാരണ വളരെ ബുദ്ധിമുട്ടാണ്. 20 മിനിറ്റെങ്കിലും ഇരുന്ന് കുത്തിയിരുന്ന് ദൈവത്തെ മാത്രം ഓർത്ത് എല്ലാം മറന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷേ നിങ്ങൾ ആത്മശോധന ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാണെന്ന ബോധ്യം മനസ്സിനുണ്ടാവും. നമ്മുടെ പരിശോധനയ്ക്ക് വിധേയമാണെന്ന ബോധ്യം ഉണ്ടായാൽ മനസ്സുടനെ ജെന്റിലാവും. മനസ്സിനെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് അത് അതിൻ്റെ ഇഷ്ടമുള്ള വഴിക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുക. നമ്മളതിനെ ശ്രദ്ധിക്കുന്നതെന്ന് തോന്നിയാൽ നമ്മുടെ മനസ്സാണേ, അല്ലെങ്കിൽ മനസ്സിൻ്റെ നമ്മളല്ല. അപ്പം നമ്മുടെ മനസ്സ് സാധാരണഗതിയിൽ സ്വസ്ഥതയിലേക്ക് വരും. അങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും, പ്രാർത്ഥനയിലേക്ക് വരാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനാ മാർഗത്തിൽ പുരോഗമിക്കണമെങ്കിൽ അടിയന്തര പ്രാധാന്യത്തോടെ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് ആത്മശോധന. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ടോക്കുമായാൽ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ സൂചിപ്പിക്കട്ടെ. നിങ്ങൾ ഇത്തരം ടോക്കുകൾ ഇത്തരം സന്ദേശങ്ങൾ കേൾക്കുന്നു, ആ സന്ദേശങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ദൈവിക കടമയായിട്ട് നിങ്ങൾ കാണണം. ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നൊരു കാര്യമാണ്. ഒരു അറിവുണ്ടായാൽ ആ അറിവ് നമ്മൾ പറയണം. കാറ്റ് സുഗന്ധം പരത്തുന്നത് പോലെയാണ്. സുഗന്ധം കാറ്റിൽ അല്പം വലിഞ്ഞാൽ ആ കാറ്റത് വഹിച്ചുകൊണ്ട് പോകും. അതേപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഗുണം കിട്ടുന്നൊരു കാര്യം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടാൻ ഇടയാകുക എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ഇത്തരം സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ സഭാത്മകമായ കൂട്ടായ്മയ്ക്ക് അകത്ത് വളരാനും വിശ്വാസത്തിൽ പുരോഗമിക്കാനും ദൈവാനുഭവത്തിൻ്റെ വേദിയാക്കി ജീവിതത്തെ മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പ്രേക്ഷിത പ്രവൃത്തിയായി നിങ്ങളത് കാണണം. അനേകരിലേക്ക് ഇതെത്താൻ നിങ്ങൾ തന്നെ കാരണമാവണം. നിങ്ങളിലൂടെയാണത് സാധ്യമാവുക. അത്തരം പ്രവർത്തനങ്ങളിലേക്ക്, പ്രേക്ഷിത വൃത്തിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ, അഭിപ്രായങ്ങൾ എഴുതുന്നതിലൂടെ, അതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് വ്യക്തത വേണമെങ്കിൽ അനേകർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. കേൾക്കുന്ന ഓരോരുത്തരും ഈ സന്ദേശത്തിൻ്റെ ഭാഗമായി മാറുകയാണ് എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. ദൈവം നിങ്ങളെ അറിയിക്കാനായി നിർദ്ദേശിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ദൈവാഭിമുഖ്യമുള്ളതും ദൈവാനുഭവമുള്ളതും സാക്ഷാത്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആമേൻ.